അതിനി നടക്കാൻ പോകുന്നില്ല. ആ മരുമക്കൾ നിന്നെ പിടിച്ചിറക്കി വിടും. നിന്നെ ഇനി അവരാ ഗേറ്റിനകത്ത് കടക്കാൻ പോലും സമ്മതിക്കില്ല. എന്തൊരു മണ്ടനാടോ താൻ, വെറും പൊട്ടൻ. താൻ ഇത് കണ്ടോ? ഇത് എന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം എന്നെ അവിടെ നിറക്കി വിടാൻ ആർക്കും കഴിയില്ല. പിന്നെ നീ നേരത്തെ പറഞ്ഞ ആ മരുമക്കളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ മുകളിലാ എന്റെ സ്ഥാനം. അവളുമാരുടെയൊക്കെ അമ്മായിയമ്മയാ ഞാൻ. DK ജയിലാക്കിയതോർത്ത് അധികം സന്തോഷിക്കണ്ട നീ. DK അറസ്റ്റ് ചെയ്തത് ഞാനല്ലല്ലോ, ജയരാമനല്ലേ? ആ, പക്ഷെ അതിന്റെ ബോണസ് കിട്ടാൻ പോകുന്നത് എനിക്കാണെന്ന് മാത്രം. അങ്ങോട്ട് മനസ്സിലായില്ലല്ലേ? ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചാൽ DK കോടതി റിമാൻഡിലയക്കും, ജയിലിലേക്ക്. ജാമ്യം കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. അതിനകം നിന്റെ അനിയത്തിയും ഞാനും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ചടങ്ങിന് അധികാരം ക്ഷണിക്കുന്നില്ല, പക്ഷേ നീ വരണം. നിന്റെ അനിയത്തിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് നീ കാണണം. അതിനുള്ള സമയവും തീയതിയൊക്കെ ഞാൻ അറിയിക്കാം. നിന്റെ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. DK ചിലപ്പോ ജയിലിലായേക്കും, പക്ഷേ അവളുടെ ചേച്ചി ജീവനോടെ ഉണ്ട്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്ത് സംഭവിക്കുമെന്നാ ഞാൻ കാണിച്ചു തരാം. ഒന്നും നടന്നില്ലെങ്കിൽ നിന്നെ കൊന്നിട്ടായാലും ഞാൻ എന്റെ അനിയത്തിയെ രക്ഷിച്ചിരിക്കും. നിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അടയ്ക്കാൻ എന്റെ അനിയത്തിയെ ഞാൻ വിട്ടു തരില്ലടാ. ഓർത്തോ നീ? മൈ ലിറ്റിൽ കണ്ണ, എന്റെ മോനെ രക്ഷിക്കാൻ നീ എന്തെങ്കിലും വഴി ഒന്ന് കാണിച്ചു തരണേ. സുപ്രിയ ഉള്ളപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചതും നിന്റെ മുന്നിലല്ലേ കണ്ണ? ചതിച്ചതാ, എന്റെ മോനെ ചതിച്ചതാ. എന്റെ സങ്കടം പറയാൻ നീയല്ലാതെ ഈ അമ്മയ്ക്ക് ആരാ കണ്ണ? എന്റെ മോനെ രക്ഷിക്കണേ ഭഗവാനെ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഹിറ്റ്ലർ, ഹിറ്റ്ലർ, ഹിറ്റ്ലർ. എന്തുപറ്റി? നല്ല ചൂടുണ്ടല്ലോ. DK, DK, DK എഴുന്നേക്ക്. DK, നല്ല പനിയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോണോ? എന്തേലും ഒന്ന് പറ. എന്താ? അതെ, DKക്ക് തീരെ സുഖമില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ അഭിനയമല്ലേ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം. നിങ്ങളൊരു മനുഷ്യനാണോ? വയ്യാത്തൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ പരിഹസിക്കുക. എത്ര നാൾ അമരാവതിയില് ഉറങ്ങിയും കഴിഞ്ഞതാ നിങ്ങള്? അതിന്റെ ഒരു മിനിമം മര്യാദയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചൂടെ? ഒരു കൊലയാളിയോട് കാണിക്കേണ്ട മര്യാദയൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനപ്പുറമൊന്നും ഇയാൾ അറിയിക്കുന്നില്ല. ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യൻ നേരെ നിവർന്നൊന്ന് നിന്നാ അങ്ങേരുടെ മുന്നിൽ ചെല്ലാൻ തന്റെ മുട്ടിടിക്കും. ഒരു മുറിയിൽ അടച്ചിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഭീരുത്വമാണ്. എച്ചിൽ തിന്നുന്ന നായ പോലും അല്പം നന്ദി കാണിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ അനിയത്തിക്ക് വേണ്ടിയാ. DK അറസ്റ്റ് ചെയ്യാനുള്ള തെളിവ് കിട്ടാൻ വേണ്ടി മാത്രമാ ഞാൻ അമരാവതിയിൽ താമസിച്ചത്. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിക്കൂ പ്ലീസ്. നോ, അതൊന്നും നടക്കില്ല. വല്ലായ്മയൊക്കെ കുറച്ചു കഴിയുമ്പോ തന്നെത്താനെ അങ്ങ് മാറിക്കോളും. അപ്പൊ ഇദ്ദേഹം ഇതിനകത്ത് കിടന്ന് മരിച്ചു പോയാ താൻ സമാധാനം പറയുവോ? ചാവുമ്പോഴല്ലേ, അതാ സമയത്ത് നോക്കാം. ഓ,
അത് ശരി, ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ അഹങ്കാരം ഞാൻ ഇന്ന് നിർത്തിക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണണം. CBI ആണെന്നും പറഞ്ഞ് പാവപ്പെട്ട എന്റെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ച് കൊല്ലുവോ? ഇതാ എന്റെ ഭർത്താവ്, കണ്ടോ? അയ്യോ, കണ്ടോ? ഇതാ എന്റെ ഭർത്താവ്, ഒന്ന് കാണിക്കേ. ഈ നിൽക്കുന്ന CBI എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാ. രാവും പകലും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. കണ്ടില്ലേ നാട്ടുകാരെ, കണ്ടില്ലേ? ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റണില്ലേ പാവത്തിന്. ഇദ്ദേഹത്തിന്റെ ജീവൻ പോലും അപകടത്തിലാ. ആശുപത്രി കൊണ്ടുപോവാൻ ഈ ദുഷ്ടനായ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. എന്താ മാഡം? അർജുൻ, നിന്റെ സാറ് മരിക്കാറായി. അർജുൻ മരിക്കാറായി. വേഗം പോയി ഡോക്ടറെ വിളിച്ചിട്ട് വാ അർജുൻ. പോ. ഞങ്ങളുടെ ഡ്രൈവറാ. ഫ്രണ്ട്സ് സഹായിക്കേ ഫ്രണ്ട്സ്. ഗൈസ്, എന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ടോ ഗൈസ്? ഞങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുവോ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്, ഞങ്ങളെ സഹായിക്കണം പ്ലീസ്. ഇത് ദുഷ്ടനായ ഒരു മനുഷ്യനാണ്. മനുഷ്യത്വം കുറച്ചുപോലും ഇല്ല. പ്ലീസ് ഗൈസ്, ഞങ്ങളെ രക്ഷിക്കൂ. ഹലോ സാർ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാർ, അത് വേഗം ഡോക്ടറെ വിളിച്ച് അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്ക്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ പണി പോവും, പറഞ്ഞേക്കാം. ശരി സാർ. ഗൈസ്, കണ്ടോ ഗൈസ്? അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ട് പോലും അയാൾ ഡോക്ടറെ ഒന്നും വിളിക്കുന്നു പോലും ഇല്ല. ഗൈസ്, ഞങ്ങളെ രക്ഷിക്കണം ഗൈസ്. എന്റെ ഭർത്താവിന്റെ കോലം കണ്ടോ ഗൈസ്? ഒന്ന് രക്ഷിക്കണം ഗൈസ്. ഇവളും മനുഷ്യനെ കുഴപ്പത്തിലാക്കും. ഡോക്ടർ വരുന്നുണ്ട്. എന്താ, എന്തു പറ്റി? എന്റെ ഭർത്താവ് ഇപ്പൊ മരിക്കും ഡോക്ടർ. ദയവായി ഒന്ന് രക്ഷിക്കൂ. ഈ ഓഫീസർ ഉണ്ടല്ലോ, ഈ ഓഫീസർ പീഡിപ്പിച്ച് കൊല്ലാറാക്കിയതാ ഇങ്ങനെ. ഒന്ന് നോക്കൂ ഡോക്ടറെ. നന്ദി പ്രിയപ്പെട്ടവരെ, നന്ദി. എന്റെ ഭർത്താവിനെ ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. എല്ലാവരും ഓൺലൈനിൽ തന്നെ കാണണേ. ഞാൻ വീണ്ടും ലൈവിൽ വരാം. എന്നോടാണോ കളി? തന്റെ പണി കളയാൻ ഈ സോഷ്യൽ മീഡിയ മതി. ഷട്ട് അപ്പ്. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പൊയ്ക്കണം, ഇല്ലെങ്കിൽ നിന്നെ കൂടെ തൂക്കിയെടുത്ത് അകത്തിടും. അതിന് ഇമ്മിണി പൊളിക്കും. കോടതിയിലെത്തുമ്പോ തന്നെ ഞാൻ പൊളിച്ചടുക്കും. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യടോ. ഇതേ ആള് വേറെയാ. രാവിലെ തന്നെ എങ്ങോട്ടാ? DK കാണണം. നാളെ തന്നെ ഹൈക്കോടതിയില് ജാമ്യത്തിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അവിടെ ചെല്ലുമ്പോ നമ്മുടെ അമ്മായിയമ്മ അവിടെ കാണും. അവള് ശരിക്കൊന്ന് കൊടയണം മായച്ചി. ജയിലിലാക്കിയത് അവളല്ലേ, അപ്പൊ ജാമ്യം എടുത്തു കൊടുക്കാനും അവൾക്ക് ഉത്തരവാദിത്തമില്ലേ? അവളെ കൊണ്ട് എന്ത് കൂട്ടിയാ കൂടും? നാട്ടിലിറങ്ങി നടന്ന് മണ്ടത്തരങ്ങൾ കാണിക്കാനല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയില്ലല്ലോ. എന്തായാലും ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ. അവളോട് 4 വാക്ക് സംസാരിക്കുന്നുണ്ട് ഞാൻ. ഭർത്താവിനെ രക്ഷിക്കാൻ രാജ്യസഭയില് കരഞ്ഞു വിളിച്ചിരുന്ന കണ്ണകിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവളാരാ ന്യൂജൻ കണ്ണകിയോ? CBIയോട് ബലം പിടിക്കാൻ അഭിനയം തന്നെ, അല്ലാതെ എന്താ? നമ്മള് DKക്ക് ജാമ്യം എടുത്ത് പുറത്തു കൊണ്ടുവരുമ്പോ നെല്ല വിളിച്ച് കരഞ്ഞു കാണിക്കാനുള്ള ഐഡിയ അല്ല അവൾ അവിടെ കുത്തിയിരിക്കുന്നത്. മായിച്ചി ഇപ്പൊ തന്നെ ചെന്ന് അവളെ അവിടെ ഇറക്കി വിടണം. അവൾക്കിനി എങ്ങോട്ടും പോകാനിട ഉണ്ടാവില്ല.
ഇവിടുന്ന് നമ്മൾ ഇറക്കി വിട്ടു. ഭർത്താവിനെ കേസിൽ പെടുത്തിയിട്ട് അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? നാട്ടുകാരോടും വീട്ടുകാരോടും മറുപടി പറയണ്ടേ? ഇവിടെ വന്നിട്ടല്ലേ അവളുടെ അച്ഛൻ പോയത്. അയാൾ എന്താ പറഞ്ഞത്? അവളെ ഇനി വീട്ടില് കയറ്റില്ലാന്ന്. DK കാണാൻ ചെന്നപ്പോ അവളെ കണ്ടിട്ട് പോലും അയാൾ മൈൻഡ് ചെയ്തില്ലെന്നാ ഏട്ടൻ പറഞ്ഞത്. അപ്പൊ അമ്മായിയപ്പനും മരുമകനോട് സ്നേഹമുണ്ടെന്ന് അർത്ഥം. അത് പിന്നെ കാണാതിരിക്കോ? ഒറ്റ ഉത്സവം കൊണ്ട് DKയുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം രൂപ അയാൾ തട്ടിയെടുത്തത്? DKയുടെ മുന്നിൽ വെച്ചെങ്കിലും അതിന്റെ നന്ദി കാണിക്കണ്ടേ? അവളും ആ ജയരാമനും തമ്മിലുള്ള സംസാരവും അടക്കം പറച്ചിലും ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നതാ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ആ ചതിയൻ ജ്യോതിയെ നന്നായി ഉപയോഗിച്ചു. DKയോടുള്ള വിരോധം കാരണം അവള് തെളിവുകളെല്ലാം എടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവളെ ഇനി DKക്ക് കാവലായി അവിടെ ഇരിക്കാൻ അനുവദിക്കരുത്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവളെ ഞാൻ അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കും. DK, അസുഖം അഭിനയിച്ച് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാന്ന് കരുതി നീ അല്ലേ? എത്രയോ നാളത്തെ എന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് നിന്റെ ഈ അറസ്റ്റ്. നിനക്കെന്നോട് വൈരാഗ്യം തോന്നുന്നുണ്ടോ DK? സഹതാപം മാത്രമേ ഉള്ളൂ. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാന്ന് ഇപ്പോഴും നീ കരുതുന്നുണ്ടോ? എന്റെ വിധി തീരുമാനിക്കുന്നത് എപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യാ. അമരാവതിയിലേക്കുള്ള നിന്റെ വരവ് സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എന്നുവെച്ചാ ഞാൻ നിന്റെ മനസ്സ് വായിച്ചിട്ടുണ്ട് ജയ. അതിലെന്നോടുള്ള പകയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും നീ അമരാവതിയിലേക്ക് വന്നപ്പോ ഞാൻ സന്തോഷിച്ചു. കാരണം സുപ്രിയയ്ക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നിന്നെക്കുറിച്ച് മാത്രമേ അവൾ എന്നോട് എന്നും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ എന്നെ ട്രാപ്പിലാക്കിക്കൊണ്ട് ജയിച്ചെന്ന് നീ അഹങ്കരിക്കുന്നു. ഇത് വിജയമല്ല, നിന്റെ തോൽവിയുടെ തുടക്കമാണ് ജയ. എന്നോടുള്ള പക കൊണ്ട് നിന്റെ ബോധം മറഞ്ഞിരിക്കുന്നു. ഈ ഗ്രഹണത്തിന്റെ കാലം കടന്നുപോകും. തിരിച്ചറിവിന്റെ കാലം വരും. അന്ന് നീ ദുഃഖിക്കും. ഏത് ആയുധത്തിന്റെ മുന്നിലും തോൽവി സമ്മതിക്കാത്ത മനസ്സുള്ളവനാ നീ. പക്ഷേ ഇവിടെ നീ തോറ്റു. ഭൂമിയിൽ മഴ പെയ്യുന്ന എങ്ങനെയാണെന്ന് നീ പഠിച്ചിട്ടില്ലേ ജയ? മഴയായി പെയ്തിറങ്ങിയ ജലം പല വഴി ഒഴുകി കടലിൽ ചെന്ന് ചേരും. വീണ്ടും നീരാവിയായ ആകാശത്തിലേക്ക്. സൂര്യൻ കത്തിജ്വലിക്കുന്ന ആകാശത്ത് തന്നെ മേഘങ്ങൾ ഘനീഭവിക്കും. വീണ്ടും മഴയായി പെയ്തിറങ്ങും. ഒരിക്കലും ആർക്കും ഇതിനെ തടയാനാവില്ല. അത് പ്രപഞ്ച നിയമമാണ് ജയരാമ. അതുപോലെ തന്നെയാ ഞാനും. സമയമാവുമ്പോ പേമാരിയായി ഞാൻ പെയ്തിറങ്ങും. I am the boss. 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 സർ, ഞാൻ ജ്യോതി. ഓ, മനസ്സിലായി. അഡ്വക്കേറ്റ് പ്രിയദർശിനി മാഡം എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട. മാഡം ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഏറിയാൽ 1 മണിക്കൂർ. എവിടെ മിസ്റ്റർ ദേവൻകൃഷ്ണ? അകത്തുണ്ട് സർ. ജാമ്യം കിട്ടി കുട്ടിയുടെ ഭർത്താവ് പുറത്തിറങ്ങുന്നവരെ
കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട. സർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുപറ്റി? കുട്ടിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിൽ ഉപദ്രവിച്ചോ പോലീസ്? ഇല്ല സർ, അതൊന്നുമല്ല. പിന്നെന്താ കാര്യം? ധൈര്യമായിട്ട് പറയൂ. ദയവ് ചെയ്ത് ഞാനാണ് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചെന്ന് എന്റെ ഭർത്താവ് അറിയരുത്. പറഞ്ഞാ അദ്ദേഹം അത് സ്വീകരിക്കാൻ കൂട്ടാക്കില്ല. ഹൈക്കോടതി ബെയിൽ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബെയിൽ സ്വീകരിക്കില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതല്ല സർ, എന്നോട് അദ്ദേഹത്തിന് അത്രയ്ക്ക് വിരോധമുണ്ട്. ഞാനാണ് അദ്ദേഹത്തെ ചതിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചെന്നാ അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ ഓ, അത് ശരി. അപ്പോ അങ്ങനെ ഒരു ഗെയിം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടല്ലേ? സാരമില്ല, കുട്ടി ഒന്ന് മനസ്സിലാക്കണം. പ്രിയദർശിനി മാഡത്തിനെ പോലെ ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റ് ഈ കേസ് ഏറ്റെടുത്തത് കുട്ടിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് തന്നെയാണ്. സ്വന്തം മകളെപ്പോലെ തന്നെയാണ് കുട്ടിയെന്നാ മാഡം എന്നോട് പറഞ്ഞത്. അത് മാഡത്തിന്റെ വലിയ മനസ്സാണ് സർ. പക്ഷെ ഇവിടെ സാർ എന്നെ ഒന്ന് സഹായിക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ മാഡത്തിനെ വിളിച്ചറിയിച്ചോളാം. പ്ലീസ് സർ. എല്ലാം കുട്ടിയുടെ ആഗ്രഹം പോലെ. ആദ്യം ഞാൻ DK ഒന്ന് കാണട്ടെ. വടോ. എന്റെ കൃഷ്ണ, നീ രക്ഷിച്ചു. ദേവകൃഷ്ണ, നമസ്കാരം. ഐ ആം അഡ്വക്കേറ്റ് നന്ദകുമാർ, പ്രിയദർശിനി അസോസിയേറ്റ്സിലെ ലോയറാണ്. ഹലോ. ഹലോ. ഹൈക്കോടതിയിൽ പ്രിയദർശിനി മാഡം ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആരാണ് നിങ്ങളെ ഈ കേസ് ഏൽപ്പിച്ചത്? മായയാണോ? അല്ല, അത് അതെ സർ, മായ മേഡം പറഞ്ഞിട്ടാ ഇദ്ദേഹം വന്നത്. ഹലോ, ആരാ നിങ്ങള്? ഇയാളെ കാണാൻ ആരാ നിങ്ങൾ അനുവദിച്ചത്? നിങ്ങളാണോ CBI ഓഫീസർ മിസ്റ്റർ ജയരാമൻ? യെസ് ഓഫീസർ, ഐ ആം അഡ്വക്കേറ്റ് നന്ദകുമാർ ഫ്രം പ്രിയദർശിനി അസോസിയേറ്റ്സ്. ഇദ്ദേഹത്തിന്റെ ബെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോറി മിസ്റ്റർ നന്ദകുമാർ, ഇയാൾക്ക് ജാമ്യം തരാൻ ഇപ്പൊ പറ്റില്ല. അത് കോടതി തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കും. എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്? സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി, അതാണ് കേസ്. അങ്ങനെ ഒരു കേസ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഫയൽ ചെയ്തിട്ടുള്ളത്? ഇനി കേസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് അന്വേഷിക്കാൻ ആരാണ് അനുവാദം തന്നത്? ഏതെങ്കിലും കോടതി ഉത്തരവോ സർക്കാർ തീരുമാനമോ അങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യൽ ഓർഡർ ഉണ്ടോ? വെറുമൊരു സംശയത്തിന്റെ പേരിലാണോ ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചത്? വെറും സംശയത്തിന്റെ പേരിലല്ല, കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആരാണ് പരാതി നൽകിയത്? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. ബോധ്യപ്പെടുത്തിയേ പറ്റൂ ഓഫീസർ, ഇല്ലെങ്കിൽ കോടതിയിൽ കയറി നിന്ന് വീർക്കേണ്ടി വരും. സർ, ഇതാണ് അവിനാഷ് സാർ. ഓ, ഇപ്പൊ മനസ്സിലായി. വ്യക്തിവൈരാഗ്യം തീർക്കുകയാണല്ലേ? ചുമ്മാതല്ല ഈ CBI-കാരന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. ഭാര്യ ഇപ്പോഴും കിടപ്പിൽ തന്നെയല്ലേ? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെ പ്രിയദർശിനി അസോസിയേറ്റ്സ് ഒരു കേസ് ഏറ്റെടുക്കില്ല മിസ്റ്റർ അവിനാഷ്. ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് വേണം. കസ്റ്റഡി റിപ്പോർട്ടും പരാതിയും അടക്കം എല്ലാം. തരാൻ സൗകര്യമില്ലെങ്കിലോ? പിന്നെ ഈ തലയിൽ തൊപ്പി കാണില്ല. കാണണോ സാറിന്? അതെ, ഞാനാണ് പരാതിക്കാരൻ. കൊല്ലപ്പെട്ട സുപ്രിയ എന്റെ സഹോദരിയാണ്. കൊല ചെയ്തുവെന്ന് ഇയാൾ തന്നെ സമ്മതിച്ച വീഡിയോയും കൊല്ലപ്പെട്ട സുപ്രിയയുടെ മരണമൊഴിയും കിട്ടിയിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ട് തെളിവുണ്ടാക്കുന്നത് വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് പോലീസിന്.
പക്ഷെ ആ തെളിവുകളൊക്കെ ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കോടതിയിൽ. എങ്കിലേ ഇദ്ദേഹം കുറ്റവാളിയാകൂ. സർ, ബെയിൽ ഗ്രാൻഡഡ് അല്ലേ മിസ്റ്റർ ഓഫീസർ? ദ ഓണറബിൾ ഹൈക്കോർട്ട് ഗ്രാൻഡഡ് ബെയിൽ ഫോർ യു മിസ്റ്റർ DK. ഇദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടത്തിന് മറുപടി പറയേണ്ടി വരും നിങ്ങൾ രണ്ടുപേരും. DK, മായ കൂടെ ഉണ്ടായിരുന്നു. ചെയ്തു തന്ന ഉപകാരത്തിന് താങ്ക്സ്. DK എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? ഈ വക്കീൽ ഏതാ? എനിക്ക് വേണ്ടി മായ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ഇനി എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാമല്ലേ? യെസ്, ഷുവർ. DK, come on, let's go. DK.